നമസ്തേ. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഭാരതം ഇനി പിന്തുടരുന്ന രാജ്യമല്ല, ലോകത്തെ നയിക്കാൻ തയ്യാറെടുക്കുന്ന ശക്തിയാണ്. കഴിഞ്ഞ 2 ദിവസത്തിനിടെ രാജ്യം കുറിച്ചത് പുതിയ ചരിത്രമാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഇന്ത്യയുടെ കുതിപ്പ് വിളിച്ചോതി 48 മണിക്കൂറിനുള്ളിൽ 2 വൻ നേട്ടങ്ങൾ. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ പുറത്തിറക്കിയതിന് തൊട്ടു പിന്നാലെ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്വകാര്യ സ്പേസ് സ്റ്റാർട്ടപ്പ് കമ്പനിയായ സ്കൈറൂട്ട് എയ്റോസ്പേസ് വികസിപ്പിച്ച വിക്രം-1 റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ചു. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന അതിവേഗ മുന്നേറ്റത്തിന്റെ തെളിവാണ് ഇവ രണ്ടും. ഡീസലിന് പകരമായി ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ് ഇന്ത്യയുടെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ. കാർബൺ പുറന്തള്ളുന്നതിനു പകരം ജലബാഷ്പം മാത്രം പുറത്തുവിടുന്ന ഈ സാങ്കേതികവിദ്യ പരിസ്ഥിതി മലിനീകരണം വൻതോതിൽ കുറയ്ക്കാൻ സഹായിക്കും. റെയിൽവേ പാതകൾ വൈദ്യുതീകരിക്കാൻ പ്രയാസമുള്ള മേഖലകളിൽ ഈ ട്രെയിനുകൾ ഏറെ ഫലപ്രദമാണ്. നിലവിൽ ജർമ്മനി ഉൾപ്പെടെയുള്ള ചില വിദേശ രാജ്യങ്ങളിൽ മാത്രമാണ് ഇത്തരം ട്രെയിനുകൾ സർവീസ് നടത്തുന്നത്. ഹൈഡ്രജൻ ട്രെയിൻ യാഥാർത്ഥ്യമായതിന് തൊട്ടടുത്ത ദിവസം തന്നെയാണ് ബഹിരാകാശ രംഗത്തും ഇന്ത്യ ചരിത്രം കുറിച്ചത്. ശ്രീഹരിക്കോട്ടയിലെ വിക്ഷേപണത്തറയിൽ നിന്ന് കുതിച്ചുയർന്ന സ്കൈറൂട്ടിന്റെ വിക്രം-1 റോക്കറ്റ് ഉപഗ്രഹങ്ങളെ ഭൂമിയിൽ നിന്ന് 450 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ വിജയകരമായി എത്തിച്ചു. അത്യാധുനിക നിർമ്മാണ രീതികളും 3D അച്ചടിച്ച റോക്കറ്റ് എഞ്ചിനുമാണ് ഈ ദൗത്യത്തിൽ ഉപയോഗിച്ചത്. 2020 ബഹിരാകാശ മേഖല സ്വകാര്യ പങ്കാളിത്തത്തിന് തുറന്നുകൊടുത്തതിനു ശേഷമുള്ള വലിയൊരു നാഴികക്കല്ലാണ് ഇത്. റെയിൽവേ പാതയിലൂടെ സഞ്ചരിക്കുന്ന ട്രെയിനും ബഹിരാകാശത്തേക്ക് കുതിച്ച റോക്കറ്റും ബാഹ്യമായി വ്യത്യസ്തമാണെങ്കിലും തദ്ദേശീയമായ ഗവേഷണങ്ങളുടെയും തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെയും വികസനമാണ് ഇവ രണ്ടിനും പിന്നിൽ. സ്റ്റാർട്ടപ്പുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും വ്യവസായ മേഖലയും ഒന്നിച്ചു പ്രവർത്തിച്ചാൽ വലിയ സാങ്കേതിക വെല്ലുവിളികളും മറികടക്കാമെന്ന് ഇത് തെളിയിക്കുന്നു. ഭാവി ശാസ്ത്ര സാങ്കേതിക കുതിച്ചുചാട്ടത്തിന്റെ പുതിയ അധ്യായത്തിലേക്കാണ് ഇന്ത്യ കാൽ വയ്ക്കുന്നത് എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലെ ഈ അപൂർവ നേട്ടങ്ങൾ. ഒരു കാലത്ത് ലോകത്തെ വികസിത രാഷ്ട്രങ്ങളുടെ ശാസ്ത്ര നേട്ടങ്ങളെ അത്ഭുതത്തോടെ നോക്കി നിന്നിരുന്ന ഭാരതം ഇന്ന് സ്വന്തം സാങ്കേതിക വിദ്യയും ഗവേഷണ ശേഷിയും ഉപയോഗിച്ച് പുതിയ ചരിത്രങ്ങൾ സൃഷ്ടിക്കുകയാണ്. വെറും 48 മണിക്കൂറിനുള്ളിൽ രാജ്യം സ്വന്തമാക്കിയ 2 വലിയ നേട്ടങ്ങൾ: രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനിന്റെ അവതരണവും സ്വകാര്യ മേഖലയായ സ്കൈറൂട്ട് എയ്റോസ്പേസ് വികസിപ്പിച്ച വിക്രം-1 റോക്കറ്റിന്റെ വിജയകരമായ വിക്ഷേപണവും ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ അതിവേഗ മുന്നേറ്റത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണങ്ങളാണ്. ആദ്യമായി ശ്രദ്ധ നേടുന്നത് ഇന്ത്യയുടെ ഹൈഡ്രജൻ ട്രെയിനാണ്. ഡീസൽ ഇന്ധനത്തിന് പകരം ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ ട്രെയിൻ പരിസ്ഥിതി സൗഹൃദ ഗതാഗത സംവിധാനങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ വലിയ ചുവടുവെപ്പാണ്. കാർബൺ ഡൈ ഓക്സൈഡും മറ്റു മലിനീകരണ വാതകങ്ങളും പുറത്തുവിടാതെ ജലബാഷ്പം മാത്രം പുറന്തള്ളുന്ന ഈ സാങ്കേതിക വിദ്യ കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ ആഗോള പോരാട്ടത്തിൽ ഇന്ത്യയുടെ പ്രതിബദ്ധത വ്യക്തമാക്കുന്നു. ഇന്ന് ലോകമെമ്പാടും ശുദ്ധ ഊർജ്ജ സ്രോതസ്സുകൾക്ക് വലിയ പ്രാധാന്യം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ജർമ്മനി ഉൾപ്പെടെയുള്ള ഏതാനും രാജ്യങ്ങളിൽ മാത്രമാണ് ഹൈഡ്രജൻ ട്രെയിനുകൾ നിലവിൽ സർവീസ് നടത്തുന്നത്. അത്തരമൊരു സാങ്കേതിക വിദ്യ ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത് രാജ്യത്തിന്റെ എഞ്ചിനീയറിംഗ് മികവിന്റെയും ഗവേഷണ ശേഷിയുടെയും തെളിവാണ്. വൈദ്യുതീകരണം ദുഷ്കരമായ മലനിരകളിലും വിദൂര പ്രദേശങ്ങളിലുമുള്ള റെയിൽ പാതകളിൽ ഈ ട്രെയിനുകൾ ഭാവിയിൽ നിർണായക പങ്കുവഹിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ വിലയിരുത്തപ്പെടുന്നത്. ഹൈഡ്രജൻ ട്രെയിനിന്റെ ചരിത്ര നേട്ടത്തിന് പിന്നാലെ ബഹിരാകാശ രംഗത്തും ഇന്ത്യ മറ്റൊരു വലിയ കാൽവയ്പ് വെച്ചു എന്ന് പറഞ്ഞല്ലോ. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്വകാര്യ ബഹിരാകാശ സ്റ്റാർട്ടപ്പ് കമ്പനിയായിട്ടുള്ള സ്കൈറൂട്ട് എയ്റോസ്പേസ് വികസിപ്പിച്ച വിക്രം-1 റോക്കറ്റ് വിജയകരമായാണ് വിക്ഷേപിക്കപ്പെട്ടത്. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് കുതിച്ചുയർന്ന ഈ റോക്കറ്റ് ഉപഗ്രഹങ്ങളെ ഭൂമിയിൽ നിന്ന് ഏകദേശം 450 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ വിജയകരമായി എത്തിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയ്ക്ക് ഈ നേട്ടം ഏറെ പ്രത്യേകതകളാണ്. കാരണം വർഷങ്ങളോളം സർക്കാർ സ്ഥാപനമായിട്ടുള്ള ISROയുടെ നേതൃത്വത്തിൽ മാത്രം മുന്നേറിയിരുന്ന ബഹിരാകാശ രംഗം 2020 സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുത്തതിന് ശേഷമാണ് പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നത്. അതിന്റെ ഫലമാണ് ഇന്ന് സ്കൈറൂട്ട് പോലുള്ള ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ ലോകോത്തര സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ച് ചരിത്രം കുറിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ചരിത്രം കുറിച്ചത്. വിക്രം-1 റോക്കറ്റിന്റെ മറ്റൊരു പ്രത്യേകത അതിന്റെ നിർമ്മാണ രീതിയാണ്. 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച റോക്കറ്റ് എഞ്ചിനുകളും അത്യാധുനിക വസ്തുക്കളും ഉപയോഗിച്ചാണ് ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയത്. ഭാവിയിലെ ബഹിരാകാശ മത്സരങ്ങളിൽ ഇന്ത്യക്ക് നിർണായക സ്ഥാനം ഉറപ്പിക്കാൻ ഇത്തരം സാങ്കേതിക മുന്നേറ്റങ്ങൾ സഹായകമാകും. റെയിൽ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഹൈഡ്രജൻ ട്രെയിനും ബഹിരാകാശത്തെ കുതിച്ചുയരുന്ന വിക്രം-1 റോക്കറ്റും 2 വ്യത്യസ്ത മേഖലകളെ പ്രതിനിധീകരിക്കുന്നുണ്ടെങ്കിലും അവയെ ബന്ധിപ്പിക്കുന്ന ഒരു പൊതു ഘടകമുണ്ട്. അതെന്താണെന്നോ? തദ്ദേശീയമായ ഗവേഷണവും സാങ്കേതിക സ്വയം പര്യാപ്തതയും. ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും സ്റ്റാർട്ടപ്പ് കമ്പനികളും പൊതുമേഖലാ സ്ഥാപനങ്ങളും ഒന്നിച്ചു ചേർന്നാൽ ലോകോത്തര സാങ്കേതിക വിദ്യകൾ ഇന്ത്യക്കുള്ളിൽ തന്നെ വികസിപ്പിക്കാനാകുമെന്ന് ഈ നേട്ടങ്ങൾ തെളിയിക്കുന്നു. ഇത് വെറും 2 കണ്ടുപിടുത്തങ്ങളുടെ കഥ മാത്രമല്ല, ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക രംഗം ഒരു പുതിയ യുഗത്തിലേക്ക് പ്രവേശിക്കുകയാണെന്നതിന്റെ ഫലപ്രഖ്യാപനമാണ്.
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സെമി കണ്ടക്ടർ നിർമ്മാണം, ഹരിത ഊർജ്ജം, ബഹിരാകാശ ഗവേഷണം, പ്രതിരോധ സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ ഇതിനോടകം വൻ നിക്ഷേപങ്ങൾ നടത്തുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ യുവജന ശക്തിയും വളർന്നുവരുന്ന സ്റ്റാർട്ടപ്പ് പരിസ്ഥിതിയും ശക്തമായ ശാസ്ത്ര സാങ്കേതിക അടിത്തറയും ഒരുമിക്കുമ്പോൾ ഭാരതത്തിന്റെ മുന്നിലുള്ള സാധ്യതകൾ അനന്തമാണ്. കഴിഞ്ഞ 48 മണിക്കൂറിനിടെ രാജ്യം സ്വന്തമാക്കിയ ഈ ഇരട്ട നേട്ടങ്ങൾ ഇന്ത്യ ഇനി വെറും സാങ്കേതിക വിദ്യയുടെ ഉപഭോക്താവായി മാത്രം തുടരില്ലെന്നും മറിച്ച് ലോകത്തിന് പുതിയ ആശയങ്ങളും സാങ്കേതിക പരിഹാരങ്ങളും നൽകുന്ന ശക്തിയായി മാറുകയാണെന്നും വ്യക്തമാക്കുന്നു. റെയിൽ പാതയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് നീളുന്ന ഈ യാത്ര ഭാവിയിലെ വികസിത ഇന്ത്യയുടെ അടിത്തറ പാകുന്ന യാത്ര കൂടിയാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഈ അസാധാരണ കുതിപ്പ് വരും വർഷങ്ങളിൽ ഇന്ത്യയെ ലോകത്തിന്റെ മുൻനിര സാങ്കേതിക ശക്തികളിലൊന്നാക്കി മാറ്റുമെന്ന പ്രതീക്ഷയും ആത്മവിശ്വാസവും ശക്തമാക്കുന്നു. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം ശാസ്ത്ര സാങ്കേതിക രംഗത്തും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമങ്ങൾ ആരംഭിച്ചു. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത്, ഡിജിറ്റൽ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ തുടങ്ങിയ പദ്ധതികൾ ഉൽപാദന മേഖലയും സാങ്കേതിക ഗവേഷണങ്ങളെയും പുതിയ തലത്തിലേക്ക് ഉയർത്താൻ ലക്ഷ്യമിട്ടവയായിരുന്നു. 2020 ബഹിരാകാശ മേഖല സ്വകാര്യ കമ്പനികൾക്കായി തുറന്നു കൊടുത്തതോടെയാണ് രാജ്യത്ത് പുതിയ തലമുറ സ്പേസ് സ്റ്റാർട്ടപ്പുകൾ ഉയർന്നു വന്നത്. ഇന്ന് സ്കൈറൂട്ട്, അഗ്നികൂൾ, പിക്സൽ, ബെല്ലാട്രിക്സ് തുടങ്ങിയ നിരവധി ഇന്ത്യൻ കമ്പനികൾ ആഗോള ബഹിരാകാശ വിപണിയിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യയുടെ ബഹിരാകാശ രംഗം കൈവരിച്ച നേട്ടങ്ങളും ശ്രദ്ധേയമാണ്. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ഇറങ്ങി ചരിത്രം സൃഷ്ടിച്ചു. ആദിത്യ L1 ദൗത്യം സൂര്യനെ പഠിക്കാൻ ആരംഭിച്ചു. ഗഗൻയാൻ പദ്ധതിയിലൂടെ ഇന്ത്യയുടെ സ്വന്തം മനുഷ്യ ബഹിരാകാശ ദൗത്യത്തിനുള്ള ഒരുക്കങ്ങളും പുരോഗമിക്കുകയാണ്. ഡിജിറ്റൽ മേഖലയിലും ഇന്ത്യ വലിയ മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അഥവാ UPI ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു. ഗ്രാമപ്രദേശങ്ങളിലടക്കം അതിവേഗ ഇന്റർനെറ്റ് എത്തിക്കുന്നതിൽ വൻ നിക്ഷേപങ്ങൾ നടന്നു. 5G സേവനങ്ങളുടെ വ്യാപനം, സെമി കണ്ടക്ടർ നിർമ്മാണ പദ്ധതികൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തെ നിക്ഷേപങ്ങൾ എന്നിവയും ഇന്ത്യയുടെ സാങ്കേതിക ഭാവിയെ രൂപപ്പെടുത്തുകയാണ്. പ്രതിരോധ മേഖലയിലും വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. തേജസ് യുദ്ധവിമാനം, വന്ദേ ഭാരത് ട്രെയിനുകൾ, ബ്രഹ്മോസ് മിസൈൽ, സ്വദേശീയ വിമാനവാഹിനി കപ്പൽ, INS വിക്രാന്ത്, ഡ്രോൺ സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ പദ്ധതികൾ ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയ്ക്ക് പുതിയ ദിശ നൽകിയിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് മേഖലയിലും രാജ്യം വൻ മുന്നേറ്റമാണ് നടത്തിയത്. 2014 ഏതാനും 100 സ്റ്റാർട്ടപ്പുകൾ മാത്രമുണ്ടായിരുന്ന ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് യുവ സംരംഭകരും ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും പുതിയ ആശയങ്ങൾ വികസിപ്പിച്ചുകൊണ്ട് ആഗോള വിപണിയിൽ മത്സരിക്കുകയാണ്. ഹൈഡ്രജൻ ട്രെയിനും വിക്രം 1 റോക്കറ്റും 2 വ്യത്യസ്ത മേഖലകളിലെ നേട്ടങ്ങളാണെങ്കിലും അവയെ ബന്ധിപ്പിക്കുന്നത് ഒരേ ഒരു ആശയമാണ് എന്ന് പറഞ്ഞല്ലോ. തദ്ദേശീയ ഗവേഷണവും സാങ്കേതിക സ്വയം പര്യാപ്തതയും, സർക്കാർ നയങ്ങളും സ്വകാര്യ പങ്കാളിത്തവും ശാസ്ത്രജ്ഞരുടെ പരിശ്രമവും ഒന്നിച്ചു ചേരുമ്പോൾ ഭാരതത്തിന് അസാധ്യമായി ഒന്നുമില്ലെന്ന് ഈ നേട്ടങ്ങൾ തെളിയിച്ചു തരുന്നു. റെയിൽ പാതയിൽ നിന്ന് ബഹിരാകാശത്തേക്കുള്ള ഈ യാത്ര ഇപ്പോഴും തുടക്കത്തിലെയാണ്. അടുത്ത ദശാബ്ദത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഗ്രീൻ എനർജി, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, സെമി കണ്ടക്ടർ നിർമ്മാണം, ബഹിരാകാശ ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ ഭാരതം കൂടുതൽ ശക്തമായി മുന്നേറുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ 48 മണിക്കൂറിനിടെ രാജ്യം നേടിയ ഇരട്ട നേട്ടങ്ങൾ ഒരു കാര്യം വ്യക്തമാക്കുന്നു: ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്ത്യ ഇനി പിന്തുടരുന്ന രാജ്യമല്ല, ലോകത്തെ നയിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു ശക്തിയാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.